അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിയില്ല. എങ്കിലും ഞാൻ അവിടുന്ന് മൊണാൾട്ട് അടിച്ചു. ഇങ്ങനെ പോയിട്ട് അതിനെത്രയാണ്, ഇതിന് റേറ്റ് എത്രയാണ്, ആ സൈസ് എത്രയാണെന്നൊക്കെ ഇങ്ങനെ തിരക്കിയിട്ട് ഞാൻ അത് അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങ് പോരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനം വാങ്ങി ഗയ്സ്. ഇതാണ് ഈ ഒരു കുപ്പി വെള്ളത്തിന് 60 രൂപയായിരുന്നു. ലുലുവിൽ പോകുന്നുണ്ടോ ഉറപ്പായിട്ടും വെള്ളം കൈവച്ചോണം. ഒരു 2, 3 കുപ്പിയെങ്കിലും കൈവച്ചോ കേട്ടോ. കാരണം നടന്ന് ക്ഷീണിക്കുമ്പോൾ എന്തായാലും നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും അവിടെ. അങ്ങനെ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ചു. ഞാൻ എൻ്റെ കണ്ണുനീരൊക്കെ തുടച്ചു ഗയ്സ്. പിന്നെ ഞങ്ങൾ കരുതി ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റം വാങ്ങാമെന്ന്. കാരണം ഈ ഫുഡിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡിന് നമ്മൾ പൈസ കൊടുക്കാൻ നമുക്ക് മടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. അവിടുത്തെ തിരക്ക് അതിഭീകരമാണ്. അകത്തോട്ട് കയറാനൊരു ക്യൂ. അകത്ത് കയറി കഴിഞ്ഞ അവസ്ഥ ഇതാണ് ദൈവമേ. ഇതാ ഇതിനകത്താണ് കേട്ടോ, ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്തൊരു സീനാണ്. ഭയങ്കര തിരക്കായിരുന്നു. നമുക്കൊരു സാധനം എടുത്ത് അവിടെ ചെന്ന് ബില്ലടിച്ചിട്ട് വരിക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല. അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞാൻ റോളക്സിൻ്റെ വാച്ചസിൻ്റെ ഒരു സെക്ഷൻ